ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഫൈനലി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ കേട്ടോ. ഹോം സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആക്ച്വലി ഇന്നലെ ഉറങ്ങിയിട്ടില്ല, നമ്മളിന്ന് ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഇപ്പോൾ രാവിലെ ഇന്നലെ ഇവിടെ കിടില മഴ പെയ്തേ, അടിപൊളി മഴ പെയ്ത്. അപ്പോൾ മഴയുടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഫുൾ ചെളിപൊളിയായി കിടക്കുക. പക്ഷേ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇവിടെ ചെളിപൊളിയാണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ കിടിലായിരിക്കും. ഞങ്ങളും രാത്രി വന്നുകൊണ്ട് നമുക്ക് ശ്രീനഗർ ഒട്ടും മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇറങ്ങിയത്. ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒരു ശ്രീനഗർ ഒന്ന് വാക്ക് ചെയ്യാം, അത്ര ഉണ്ടാവുള്ളൂ ഈ വ്ളോഗിൽ. പക്ഷേ നൈസായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ദാൽ ലേക്കിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. നേരെ ഫ്രണ്ടിൽ ഇവിടെ നടക്കാൻ പറ്റില്ല കേട്ടോ. ഓ എടാ, ഷൂവിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ കട്ട ചെളിയാണ് പിടിച്ചങ്ങനെ. പക്ഷെ ഒന്ന് റോട്ടിലിറങ്ങി നടക്കുമ്പോഴത്തേക്കും ഒന്ന് കുടഞ്ഞാൽ റെഡിയാവും. പക്ഷെ ഉണങ്ങണല്ലേ. ഈ ഡോറ് തുറന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ, കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ ദാൽ ലേക്കാണ്. മറ്റേ പരോളിറങ്ങൂലേ, ആ സീനാണുള്ളത്. ഒരുമാതിരി മഴ പെയ്ത് ഫുള്ള് ചെളി പൊളി കേട്ടോ. റോഡൊക്കെ സീനല്ലേ. പക്ഷെ മഴ പെയ്തോണ്ടാട്ടോ, അല്ലെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല. ഞങ്ങൾ ഡൽഹിയിൽ കാലെത്തിയപ്പോഴും മഴ പെയ്ത്, കാശ്മീർ കാലെത്തിയപ്പോഴും മഴ പെയ്ത്. പിന്നെ ഇവർക്കൊക്കെ മഴ ലഭിക്കാത്തല്ലേ, നമ്മൾ കാരണം ഒരു മഴ കിട്ടുകയാണെങ്കിൽ അത്ര ആയില്ലേ. നമുക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം മീൻസ് ടൗണിൽ തന്നെ. ഞങ്ങൾ ഇന്ന് വേറെ അങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ഞാൻ ദാൽ ലേക്കിൻ്റെ സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഓ കിടിലൻ. ഏതാലേ ലൈക്ക് ഇതൊരു പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ ഒരു കറക്റ്റ് ലൈറ്റിംഗ് ഒക്കെ. ഇതൊക്കെ പൊളി സാധനം. ഇതിങ്ങനെ കിടക്കുമല്ലോടാ. ഇത് ചെറിയൊരു പോർഷനല്ലേ. അതെ. ഓ കിടിലൻ കേട്ടോ. നമ്മൾ ദാൽ ലേക്കിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്നാ സംഭവം എന്നൊക്കെ. ഇവിടെ ഇത് ചെറിയൊരു ഏരിയ കേട്ടോ. ശിക്കാര എടുക്കണമൊക്കെ പൊളി സാധനം. എന്നെ ഭംഗിയല്ലടാ. ഊഫ്, എത്ര വർഷം മുമ്പ് ടി വിയിലെ കണ്ട് കൊതിച്ചിട്ടില്ല അറിയാം ഇവിടെ നിന്ന് വരാനായിട്ട്. ഓക്കെ, കിടിലം കേട്ടോ, അടിപൊളി. ഞാൻ മൊത്തം ഇങ്ങനെ കാണിച്ചു തരാവേ. ഭയങ്കര പീസ്ഫുൾ, നല്ല കിളികളുടെ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഒരു മനുഷ്യനെ എണീറ്റിട്ടും കൂടിയില്ല. ഇതാണ് ഏറ്റവും സമാധാനമായ അന്തരീക്ഷം കേട്ടോ. ഇത് ദാൽ ലേക്കിൻ്റെ ജസ്റ്റ് ഒരു അല്ലേ ചെറിയൊരു പാർട്ട് അത്രേ ഉള്ളൂ. ചെറിയൊരു പാർട്ട്, അതായത് ഒരു 99% അപ്പുറത്താണ്. അതായത് നല്ല വലിപ്പല്ലേ ദാൽ ലേക്ക് അല്ലേ. നമുക്ക് നടന്നാലും അങ്ങോട്ട് കിടില കേട്ടോ. ഏതാ പീസ്ഫുൾ എന്നറിയോ, ഫുൾ സൈലൻസ്. ഒരു വൈബ് ഓണുണ്ടല്ലേ. ഓ എന്തൊരു സാ ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റ്. അതായത് തണുപ്പ് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ ബൂട്ട്സൊക്കെ ഇട്ട് ഇറങ്ങിയേ. പക്ഷേ ഉണ്ടല്ലോ എടാ, ഇത് ശരിക്കും വേറൊരു കൺട്രിയിൽ ഇല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നതല്ലേ. പുറത്ത് എവിടെയോന്ന് തന്നെ തോന്നും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കിടിലൻ ഫോട്ടോസ് എന്ന് വെച്ചാൽ കിടിലൻ ഫോട്ടോസാണ്. ഇതൊക്കെ കൂടി ഇന്നിട്ട് വെറുപ്പിക്കണം അല്ലേ. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അതെ, കിടിലെന്ന് വെച്ചാൽ കിടിലം. ഇനി നമുക്ക് ടൗണിലേക്ക് പോകണം കേട്ടോ. ചുമ്മാ നടക്കാൻ ഇറങ്ങിയത്. അതായത് ഈ സമയത്താകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് സമാധാനമായിട്ട് ടൗണൊന്ന് കാണാം, ടൗണൊന്ന് പഠിക്കാം. ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ ഫുൾ ബ്ലോക്കായിരുന്നു റോഡുള്ളത്. ഫുൾ ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ കിടക്കുന്നൊക്കെ ടൂറിസ്റ്റിൻ്റെ വണ്ടിയാണ്. ശരിക്കും എന്തോ വണ്ടി ഉണ്ടല്ലേ ഈ ഒരു മൂലയ്ക്ക് തന്നെ. ചറവറ എനിക്കാണ് ഇതൊക്കെ ഹോം സ്റ്റേ ചെയ്യാൻ തോന്നുന്നത് അല്ലേ.
പക്ഷെ എനിക്ക് ശരിക്കും ബാക്കി കുറേ പേരുടെയൊക്കെ അതായത് പുറത്തൊക്കെ വ്ളോഗ് കാണുന്നൊരു ഫീലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കുന്നുണ്ടേ പോലും. ഏറ്റവും ഭംഗി എടുത്ത വീടുകളാണ്. ചില വീട് കണ്ടിട്ടുണ്ട് ഈ സെയിം ഷീറ്റായിരിക്കും, പക്ഷെ കളർ ചിലപ്പോൾ റെഡ് ആയിരിക്കും, ഗ്രീൻ ആയിരിക്കും. ചായക്കട കിട്ടുമായിരിക്കും അല്ലേ? ഒരു ചായക്കട കിട്ടുമായിരിക്കും അല്ലേ? എൻ്റെ മൂക്ക് പൊലിച്ചേ, അത് മൂക്കിങ്ങനെ ഒലിച്ചിറങ്ങി. അതിനെന്ത് തണുപ്പാന്നറിയോ? ചായ കുടിച്ച് അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ ചായ ഇല്ലാണ്ട് പരിപാടി എടുക്കുമല്ലോ അല്ലേ? ആ, ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, അവിടെ പോയി നോക്കട്ടെ. ഒരു സുഡ് ചായ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ആ, ഇവിടെ ഉണ്ടോ കടകളൊക്കെ തുറന്നു വരുന്നുണ്ട്. പുള്ളി റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു. ഇതായിരിക്കും മേ ബി. ഇവിടെ ചായ ഉണ്ടോടാ? भैया चाय मिलेगा? नहीं, किधर मिलेगा? മഴ പെയ്യുന്നുണ്ടോടാ? ആ, മഴ ചാറുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ലോക്കാവാന്ന് അറിയില്ല. ഒരു ചായക്കട കിട്ടി ലോക്കായ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇടയ്ക്ക് വഴിക്ക് ലോക്കായാലാണ് പണി. അതെ, കയറിക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പെട്ടുപോകും. അവിടെയല്ലേ? അതാണ് മെയിൻ ലേക്ക്. ഇതുണ്ടോ ഗൈസ്? എല്ലാ സൈഡിലും എനിക്ക് വേണം എത്ര എണ്ണിയാൽ തീരൂല, അത്രയും ശിക്കാരയാണ്. ഇവിടെ ഈ സൈഡിൽ കണ്ടോ ഫുൾ. അവിടെയൊക്കെ ഓരോ ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി ഹോം സ്റ്റേസ് ഉണ്ട്. എനിക്ക് ഇത് മാത്രം കണ്ടാൽ മതി. കാരണം ഇത് ഇങ്ങനത്തെ സെറ്റപ്പ് ഇന്ത്യയിൽ വരാൻ പറ്റില്ലല്ലോ അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതെ, നമ്മളാകെ മറ്റേ കീർത്തിയക്കരയിലാണെന്ന് തോന്നുന്നത്. ആ അതെ. ए खुदाया लौटा दे कश्मीर दोबारा, ए खुदाया लौटा दे कश्मीर दोबारा. കശ്മീർ പൊളിയാണ്. ഞങ്ങൾക്ക് ഇന്ന് മൊത്തം റെയിൻ കിട്ടുമോയെന്നൊരു പേടിയുണ്ട് കേട്ടോ. ഇവിടെ ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ, അതായത് ഹോം സ്റ്റേ ആയിട്ട്. ഇവിടെ അപ്പുറ സൈഡിലൊക്കെ കാണുന്ന ഹൗസ് ബോട്ടുകളാണ്. അതായത് നമ്മൾ ദാൽ ലേക്കിൻ്റെ വീഡിയോ ചെയ്യുന്ന ചുമ്മാ കെടിലായിരിക്കും കേട്ടോ. അത് വരും ദിവസങ്ങളിൽ അല്ലേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ ഇന്നലെ വരുമ്പോൾ എന്നാ ബ്ലോക്ക് ഉണ്ടായ റോഡല്ലേ? എനിക്ക് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ഇരുട്ടത്ത് അല്ലേ? അതെ, ഒരു സാധനം കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ ചായക്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചായ പറയാല്ലേ? വേ ചായ മില മഴയാണ് മൊത്തത്തിൽ. क्या है? मुश्किल है वीडियो? प्रॉब्लम नहीं? यहाँ के लोग बहुत अच्छे हैं, इनको कोई प्रॉब्लम नहीं होता। मैं भी कल इतना ब्लॉग बना, इतना ब्लॉग आके लोग फिर मतलब बोले कि यहाँ पे ये है, वहाँ पे वो है, बहुत अच्छे हैं। मैं इनको बोली भैया आप इतना मीठा बोलते हो, चाय में उतना ही मीठा पिलाते हो, शक्कर जैसी चाय है। आप इधर से? नहीं, कलकत्ता। कलकत्ता। कब आया? मैं परसों आई। परसों आया? कितना दिन इधर? अभी हम 21 तारीख तक यहाँ 31 तक यहाँ पे। किधर किधर गए? हम जिस दिन पहले बार आए वहाँ पे हम लोग यहाँ पे लंच किए, मुगल दरबार में लंच किया। आपको नॉनवेज खाते हो? हाँ, नॉनवेज खाते हैं। तो डेफिनेटली मुगल दरबार में उनका वाजवा। मुगल दरबार किधर है? इधर ये लाल चौक के पास है। लाल चौक के पास? अच्छा है। उधर क्या क्या चाय है? यहाँ का स्पेशलिटी है वाजवा। वाजवा WASWA वाजवा। लोकल फूड है। लोकल फूड है, बहुत टेस्टी। इनको पता होगा। स्पाइसी है? स्पाइसी उसमें सिर्फ एक ही ग्रेवी है जो स्पाइसी है, वो है रिश्ता। इसके साथ क्या है कॉम्बिनेशन? मैं तो फोन नहीं लाई, वरना मैं दिखा पाती। मैं फोन नहीं लाई। हाँ ओके। एक्चुअली लोकल फूड है। आप वहाँ पे जाकर उनको बोलना वाजवा। आप लोग कितने जन हो? दो जन है ना? तो हाफ लेना। हाफ बस। हाँ, वरना फुल आप खत्म नहीं कर पाते। हाँ, वो क्वांटिटी फुल खत्म नहीं। क्वांटिटी ज़्यादा है? क्वांटिटी बहुत ज़्यादा है। ओके, डेफिनेटली ट्राई करना। फिर भी आप वो वाला जो गली है जहाँ पे कबाब वाला मिलता है, हाँ नहीं, कबाब वाला जो गली है, नाम भूल गई मैं। ये यहाँ से पैदल थोड़ा सा है, मैं नाम भूल गई। ओके, थोड़ा सा आप वो जैसे हम एक्चुअली ब्लॉग देख के आए थे। ओके, वो बहुत मस्त है, बहुत मस्त। मतलब बड़े बड़े ब्लॉगर आके वहाँ पे फूड ट्राई करते हैं। ओके, बहुत अच्छा है। नॉनवेज खाते हो तो मतलब नॉनवेज के लिए वो स्वर्ग है। पर बीफ नहीं है वहाँ पे,
क्योंकि अभी उनका रमजान चल रहा है ना। मटन मिलेगा ना इधर? मटन चिकन वहाँ पे सब मिलेगा। हाँ मटन है ना इधर पूरा ज़्यादा? हाँ बहुत है। हाँ टेस्टी और बहुत अच्छा है। हाँ अच्छा है। और फिर हम शिकारा पे बहुत बार्गेनिंग होती है, शिकारा में बहुत बार्गेनिंग होती है। आप तो मतलब अगर कोई आता तो सच के फोटो वगैरह सब लेना है तो वहाँ पे ले ले सकते हो। Okay. कावा जरूर पीना। ओके कावा बहुत टेस्टी, जैसे ये चाय है वो यहाँ का स्पेशलिटी है कावा। ओके। हाँ कश्मीरी कावा हाँ, फेमस है ना? हाँ वो जरूर ट्राई करना। ऑथेंटिक कावा किधर मिलेगा? और यहाँ पे हर जगह पे कावा मिलता है। यहाँ मिलता हाँ, है? ओके कावा मिलता है। और कल हम लोग गए थे, अगर टाइम Thank you भैया। कल दूध पथरी पे जाना। हम लोग कल दूध पथरी गए थे। गुलमार्ग सोनमार्ग सब जाते हैं, पर दूध पथरी पे डेफिनेटली जाना, क्योंकि बुजुर्ग नहीं है, मैं इसलिए सजेस्ट कर रही हूँ। अगर बुजुर्ग हो तो मैं सजेस्ट नहीं करती। ओके। तो घोड़े पे जाना पड़ता है, एक जगह पे पॉइंट पे गाड़ी रुक जाती है, उसके बाद घोड़े पे जाना पड़ता है। ऑसम व्यू है, ऑसम। मतलब मैं कल लिटरली मतलब मैं फ्लैटर्ड थी। बहुत सीरियसली? सुंदर। मतलब कश्मीर तो है ही सुंदर, यहाँ सीरियसली और उनका हर कोना सुंदर है, वो भी बहुत। कश्मीर सुंदर है, फूड भी अच्छा है। फूड यहाँ का लोकल फूड डेफिनेट ट्राई करना, बार ट्राई करना। वहाँ पे कबाब वाली गली किसी से भी पूछ लेना या फिर नेट पे सर्च कर लेना। ओके बहुत अच्छा है। आज हम लोग जैसे वो ट्यूलिप का अभी अब ट्यूलिप हाँ अब ओपन है ट्यूलिप फ्लावर का। ओपन है। अभी हम लोग जाएंगे ना ट्यूलिप फेस्टिवल जाना, फिर वो लोकल साइट से आज कर लेना। कल गुलमर्ग सोनमर्ग गया नहीं, वो कल परसों जाएंगे। कल परसों जाएगा। ओके किधर स्टे? ये यहाँ पे स्टे है। इधर है? ओके नाइस मीटिंग यू। सेम है। आपका वो ब्लॉग बता दो, मैं सब्सक्राइब कर लूँगा। ओह श्योर। मुझे फोन तो मैंने भैया पेन है, ये पेन मैं इनका सब्सक्राइब कर लूँगी। आई गिव यू। तो यहाँ पे तो मोबाइल का नेटवर्क नहीं आता है। ओके यहाँ पे तो योर गुड नेम? रोनीता। रोनी दिलसन। रोनीता। माय नेम इज दिलसन। क्या? दिलसन। डिल्सन। Yeah. യാ നൈസ് മീറ്റിംഗ് യു. भैया एक बार हाथ दिया। നമ്മളൊരു 1.5 മണിക്കൂർ ദേ ഇവിടെ ദാൽ ഫ്രണ്ടിലൊരു ഇവിടെ ഇരുന്നിട്ടോ കുറേ നേരം വർത്താനം പറഞ്ഞു. കാരണം മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇവർ പറയുന്നത് ഇവിടെ 3 ദിവസം മഴയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെടും. കാരണം നമ്മുടെ പ്ലാനൊക്കെ തെറ്റും. കാരണം മഴയത്ത് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. കാരണം നമുക്ക് വണ്ടിയില്ല എന്നാ പറയാ, വണ്ടിയില്ല. ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ മഴ ചെയ്യുക. ഇത് ദാലിലേക്ക് കേട്ടോ. ഇതൊക്കെ മറ്റേ ഫ്ലോട്ടിങ് ഹോം സ്റ്റേസ് ഒക്കെയാണ്. ഇതെന്താണോ ലക്കി പീക്കോ ചായക്കടയാണോ? ചായക്കടയാണത്? കണ്ടിട്ട് എന്തോ അങ്ങോട്ടൊരു ഒന്ന് പറഞ്ഞ് നോക്കി നോക്കാം ഇതെന്താ നോക്കി നോക്കാം. ചായ മില്ലേगा इधर? नहीं ഓക്കെ. അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാന്ന് വെച്ചിട്ട് ഞാൻ അവൾ ഇങ്ങോട്ട് വന്ന്, ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് അവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലോ. ഇവിടെ ഒരു കടയുണ്ട്. ഇപ്പോൾ നൈസ് തണുപ്പാണ് ഗൈസ്. പക്ഷേ മഴ രാവിലത്തെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് നൈസായിരുന്നു കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു ഇളം വെയിൽ വന്നിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഇളം വെയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. വെയിലുണ്ടെങ്കിൽ മാറും. ഇത് ഈ ദാലിലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കേട്ടോ. ശരിക്കും ദാലിലേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. ഇവിടെ ചായ ഉണ്ടാവുമോ? ചായക്കടയല്ല. ചായക്കടയല്ല. ഇല്ല भाई इधर सीधा जाएगा तो चाय मिलेगा? इधर नहीं मिलेगा? इधर है मिलेगा मगर बहुत दूर जाना है. ഓക്കെ. അപ്പം നമ്മൾ ഈ വഴി വന്നത് വെറുതെ ആയി. കാരണം നമുക്ക് ഇന്ന് വേറെ എവിടെയും പോകാൻ പറ്റില്ല. നമ്മളിന്ന് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകാമെന്ന് വെച്ചാൽ, പക്ഷേ മഴ ശോകം. എന്നാൽ റൂമിൽ കയറിയാലും ശോകമാണ്. കാരണം റൂം ദാലിലേക്കിൻ്റെ അടുത്താണെങ്കിലും കാരണം ഫുള്ള് കോമ്പൗണ്ടൊക്കെ മറ്റേ സബ്ജയില് പോലെയാണ്. അതിൻ്റെ പുറത്തേക്ക് ഒരു വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലൊക്കെ ഫുള്ള് ചെളിയാണ്. പിന്നെ ബഡ്ജറ്റ് സ്റ്റേ ആണ്. ഞാൻ ആ സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വൃത്തി എന്ന് പറയാനൊന്നുമില്ല അല്ലേ? ഒരു വൃത്തിയില്ല. അതെ ഒരു വൃത്തിയില്ല എന്ന് പറയാം. आलू परोठा मिलेगा? ओके കൊള്ളാല്ലേ സെറ്റപ്പ്? अच्छा शॉप है. आपका नाम क्या है? प्रीतम सिंह. നമ്മൾ തണുത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു ഇതെന്താ പറയുക, ഹോട്ടലിന് ധാബയല്ലേ, ചെറിയൊരു ധാബ കേട്ടോ. ഒരു ചായ കുടിക്കാൻ കയറുന്നത്. നമ്മൾ രാവിലെ ചായ കുടിച്ച് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചായയും കൂടി കുടിക്കാമെന്ന് വെച്ച്. നല്ല തണുപ്പാണ്. ഗായ്സ് ഞങ്ങൾ നേരത്തെ ടൗണൊക്കെ കറങ്ങാൻ ഇറങ്ങിയതാണ്. പക്ഷേ കിടിലം മഴ. അതായത്
ഇനിയുള്ള 3 ദിവസം ഇവിടെ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണമെന്നല്ലേ ഒരു ഐഡിയ ഇല്ല. കാരണം മഴയത്ത് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി. കാരണം അതിൻ്റെ മുറ്റത്തുനിന്ന് നടക്കാൻ പോലും പറ്റില്ല, അത്രയും നമ്മളെ കാല് താണു, അത്രയും ചെളിയാണ്. കാരണം നമ്മുടെ ബൂട്ടൊക്കെ ചെളിയിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ ഉണങ്ങത്തും കൂടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി ടൗണിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റേ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവാട്ടോ. എന്നിട്ട് വേണം എന്തെങ്കിലും പരിപാടി തീരുമാനിക്കാൻ. പിന്നെ നമ്മൾ കുറേ ദിവസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? എന്തായാലും പ്ലാനുകൾ ചെയ്യാം. അതെ, എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ദർ ഈസ് ഓൾവേസ് എ പ്ലാൻ ബി. മഴ കുറഞ്ഞു രാവിലത്തെ. മഴ കുറഞ്ഞു, പക്ഷെ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരുമാതിരി ചീഞ്ഞ മഴ എന്ന് പറയില്ല നമ്മള്, അതുപോലെ പെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്നാലും ദാലിലേക്കിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങള് എന്നാലും മഴയത്ത് എടുക്കുന്നില്ല, നല്ല പ്ലസന്റ് ക്ലൈമറ്റിൽ എടുക്കാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് അതിൻ്റെ റിയൽ ഫീൽ കിട്ടണ്ട നമുക്ക്. അല്ലാണ്ട് എങ്ങനെയാ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും കുറച്ച് നടക്കാം, മാക്സിമം നടന്നിട്ട് ഓട്ടോറിക്ഷ നോക്കാം അല്ലേ? കാരണം 4 കിലോമീറ്റർ പോകുമ്പോൾ എനിക്ക് ഒരു 500 രൂപ മേടിക്കും, ഇനി 400 രൂപ മേടിക്കും കിലോമീറ്ററിന്. ആ, അപ്പോൾ ആ പൈസ കൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് റൂം എടുക്കാം. ഇത് അതൊരു കാര്യമാണ്. ഓട്ടോറിക്ഷേൻ്റെ പൈസ കൂട്ടി കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ 300 കൊടുത്തു. ഇത് 3 കിലോമീറ്റർ എന്തോ വരാൻ 3 കിലോമീറ്റർ വരെ 300 രൂപ കൊടുത്തു. അത് ഉടായിപ്പാണ് എന്താ നമുക്ക് അറിയാൻ പാടില്ല. കാരണം ഇവിടെ ഒന്നും അങ്ങനെ ഓട്ടോറിക്ഷ ഒന്നും ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഇവർ ഫുള്ളൊരുമാതിരി കലിപ്പ് പോലത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. റോഡിലൊക്കെ ആൾ കുറവട്ടോ, മഴയാണ്. എനിക്ക് തോന്നില്ലേ ഫാമിലീസൊന്നും ഇറങ്ങൂല ഇന്ന് എവിടേക്കും. റോഡൊക്കെ കാലിയല്ലേ? അതെ, രാവിലെ ഇതിലും കൂടുതൽ ആളുണ്ട്. അതെ, രാവിലെ ഇതിനെക്കാട്ടി കൂടുതൽ ആളുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കട്ടെ. വല്ലാത്ത അവസ്ഥയായി പോയി കഴിച്ചു. അതായത് പെരും മഴ. ഞങ്ങളെ താമസിച്ച റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 കിലോമീറ്റർ നടന്നു. ഈ മഴയത്ത് ചെളിപിളില്ലാത്തൊരു സ്റ്റേ കിട്ടണം, അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സൈഡിൽ നല്ല രസമുണ്ട് കേട്ടോ. എടാ ഇവിടെ നല്ല ഒഴുക്കുണ്ടല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ? പക്ഷെ നമ്മുടെ ദാലിലേക്ക് ഇങ്ങോട്ട് ഫ്ലോ ഉണ്ട്. ആണോ? എങ്ങനെ? ആ, പക്ഷെ ഇവിടെ കാണുമ്പോൾ പേടിയുണ്ടല്ലോ വെള്ളം. നല്ല രസമില്ല കാണാം. അപ്പുറത്ത് പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു രസം തോന്നുന്നില്ല, വേറെ ഒന്നുമല്ല. നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ടേ കഷ്ടകാലത്തിന് മഴ. അതായത് മഴയത്ത് ഇവിടെ ഒരു സംഭവം നടക്കൂല. നമ്മൾ വെറുതെ പൈസയും കൊടുത്തില്ലേ അതെ, റൂമിലിരിക്കണോ, ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് എവിടെ പോയൊന്നും കാണാനും പറ്റില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. വൃത്തികെട്ട മഴ. ഇപ്പൊ ഇത് കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അതായത് ഓൾറെഡി ഉച്ചയായി. അതെ, നമ്മൾ വെറുതെ പൈസ കൊടുത്ത് സ്റ്റേ ചെയ്യുക ആ അവസ്ഥയാ. നമ്മൾ എന്തിന് ദാലിലേക്ക് പോലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരേക്കും. ഇനിയിപ്പോൾ നാളെങ്കിലും മഴ കുറഞ്ഞാൽ മതിയായിരുന്നു. കാരണം വിഷമാവോ ഇത്രയും ദൂരം വന്നിട്ടേ. കഷ്ടകാലം പിടിച്ച മഴയായി പോയി. ഇത് ദാലിലേക്കിൻ്റെ സൈഡാട്ടോ, പക്ഷെ ഇവിടെ നല്ല ഒഴുക്കുണ്ട്. അവിടെ കെട്ടി നിർത്തിക്കുന്നുണ്ടോ? ഒരു ലെവലില് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓർത്ത് പോയാൽ അവിടെ ഇത് ദാലിലേക്കൊന്ന് ഓവർഫ്ലോ ആവുന്ന സ്ഥലം കേട്ടോ. വാട്ടർ അത്യാവശ്യം വലുതല്ലേ ശ്രീനഗർ? ആ, ശ്രീനഗർ ബെഡാവാല ടൗണ് അതിനുണ്ട്. പക്ഷേ മുംബൈത്തെ പോലെ ഒന്നുമില്ല, ഒരു 10-15 റൗണ്ട്. സൂപ്പർ നൈസ് വ്യൂ. കുട്ടിത്തം മാറിയിട്ടില്ലല്ലേ? അതെ, ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ സ്ഥിതി. ട്രെയിനിന് കയറി 2 ദിവസം കൊണ്ട് തന്നെ ട്രെയിൻ 3 ദിവസം കൊണ്ടെത്തി. ഡൽഹി കാലെത്തി മഴ പെയ്തു. ഇവിടെ കാലെത്തിയെന്ന് ഇന്നലെ ഇടിയും മിന്നലും മഴയും. എന്താ പറയാ, മഴയില്ലാത്ത നാട്ടുകാരൻ്റെ ഒന്ന് വിളിച്ചേക്കിട്ട് ഞങ്ങൾ വരാം അല്ലേ? മഴ തീരെ കിട്ടാത്ത നാട്ടിൻ്റെ ഒന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ വരാം.
ഓ ഈ പ്രാവ് നൈസാട്ടോ. ഓ സൂപ്പർ 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 അമ്പ. വാവ് ഇരിക്കണോക്ക്. നടന്ന് 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 മടുത്ത് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഇച്ചയ്ക്കും നൊമാഡ്സായി. ഓ ബാക്ക് പാക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഹിച്ചേക്കിങ് അത്ര സുഖം കണ്ട് പോരാ. സുഖകരമല്ല. അതെ, നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്, കുണ്ടി പൊളിയുണ്ട്. അല്ലാണ്ട് ഇപ്പം എന്താ പറയാ, സത്യമല്ലേ? ഇപ്പൊ കുണ്ടി എന്ന് പറയുകയാണെങ്കിൽ ചന്തി എന്ന് പറയാം. നമ്മളിപ്പോൾ ടൂറിസം ഇൻഫർമേഷൻ സെന്ററിൽ എത്തിയിട്ടോ, ശ്രീനഗർ. ഇവിടെ എക്സ്ക്യൂസ് മീ സർ, TRC एकदम स्ट्रेट ये रिसेप्शन पे जाना सीधे जाके ये बाद में अंदर जाना. താങ്ക് യു. കേരള. താങ്ക് യു. നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ നിൽക്കുക. കാരണം ഇവിടെ ഇപ്പോൾ മഴയായിട്ട് ഏതൊക്കെയോ വില്ലേജും വാലീസൊക്കെ ക്ലോസ്ഡാ. അപ്പോൾ ഏതൊക്കെയാണ് കൺഫേം ചെയ്താലേ നമുക്ക് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് ശ്രീനഗർ മടുത്തു മീൻസ് മഴ അങ്ങനെ മൂടുള്ളൂ. ഇപ്പോൾ വെയിലുള്ളപ്പോൾ വരാമെന്ന് ഇരിക്കണേ. ഓ ഇത് അടിപൊളിയാണല്ലോ. ഹോസ്പിറ്റലാണോ ചോദിച്ചില്ല? ഓ പരാസ് ഹെൽത്ത്. ഓ സൂപ്പർ, അടിപൊളി സ്ഥലം. ഇത് സ്കൂളാടാ അല്ലല്ലേ? ഫുൾ ഓഫീസല്ലേ ഇത്രയും നേരം? അവിടെ അവന്മാരെ വിശ്വസിക്കാനുള്ള അവന്മാർ നമ്മൾ ചാമ്പ് ചിലപ്പോൾ. ഏത്? ആ അവിടെ വേറെ പകുതി കഴിക്കാന്നിട്ട് അറിയിക്കും ചിലപ്പോൾ വഴി അടിച്ചിട്ട് റിസപ്ഷൻ ആണത്. വഴിയേ. എക്സ്ക്യൂസ് മീ സർ, TRC അല്ലേ? ആ അതെന്താ സംഭവം? ഒരു ലോക വിറ്റുണ്ട്. പെരുമഴ അറിഞ്ഞ് ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിറങ്ങി. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ മഴ പോയി. മഴ പോയി, വെയിലില്ല പക്ഷെ മഴ നിന്ന്. അപ്പോൾ എന്താ, ആ റൂം പോയി. ഇനി ഞങ്ങൾ അടുത്ത റൂം എടുക്കാൻ പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇന്ന് സോനാമാർഗൊക്കെ പോയാലാന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ ഇത്രയും ഇപ്പോൾ ട്രാവൽ ചെയ്ത് വന്നിട്ടേ ഇവിടെ 2 to 3 days ഫുള്ള് മഴയാന്ന് കേട്ടപ്പോൾ നമുക്ക് ആകെ പ്രാന്ത് പിടിച്ച്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എവിടെ ഇറങ്ങാൻ പറ്റില്ല, ഫുള്ള് സീനാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമുക്ക് തെർമൽസ് മേടിക്കണം. എവിടെ തെർമൽസ് മേടിക്കണം? എടാ വേറെ കോമഡി ഉണ്ട്. തെർമൽസ് മേടിക്കണം ഡൽഹി വിട്ട് പറയാ, ഇതുവരെ മേടിച്ചിട്ടില്ല. കാരണം ഗുൽമർഗ് പോകുമ്പോൾ നല്ല തണുപ്പാ. അപ്പോൾ തെർമൽസ് ഇല്ലേ പണി കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് റൂമിൽ പോകണം. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നുള്ളൂ. ദാൽ ലേക്കിൻ്റെ അവിടെയൊക്കെ ശരിക്കും തീരെ വൃത്തിയില്ലാത്തൊരു ഏരിയ കേട്ടോ. ഫുള്ള് ചെളി വിളി. ഇത് അത്യാവശ്യം ഇത് നമ്മൾ എന്താ ദാൽ ഗേറ്റോ ലാൽ ചോക്കോ അല്ല വേറെ പേരൊന്നുമില്ല. ആ ഈ റോഡൊക്കെ അത്യാവശ്യം അടിപൊളി കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ മഴയാണെങ്കിലും ഇല്ലേ നമുക്ക് ഇറങ്ങി നടക്കാം. അതെ, മേത്തൊന്നും ചെളിയാവില്ല. മറ്റേടത്ത് ഫുള്ള് പട്ടിച്ചിട്ടും ഫുള്ള് ഇവിടെ ഫുള്ള്. അതെ, എവിടെ നോക്കിയാലും എന്താ ചെയ്യാ, എന്ത് വെച്ചിട്ടാണോ ഫുള്ള് കോമഡിയാണ്. അല്ല ഇവിടെയൊക്കെ താമസിക്കാന്നല്ലേ? ആ വൈഫൈ മസ്റ്റാ. യൂട്യൂബർ നമ്മളിപ്പോൾ ഇവിടുത്തെ പോളോ വ്യൂ മാർക്കറ്റിലെത്തിട്ടോ. പക്ഷെ എനിക്ക് തോന്നണം എന്താ അറിയോ, ഇന്ന് ഫ്രൈഡേ അല്ലേ, ഒരു പള്ളി പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഓ ഇതാ പുള്ളിക്കാരി പറഞ്ഞ മാർക്കറ്റാ? ആണോ? ഇത് അത്യാവശ്യം നമ്മുടെ ഇതല്ല, ലോക്കൽ മാർക്കറ്റല്ല, എക്സ്പെൻസീവ് മാർക്കറ്റാ. അവിടെ ഒരു കടയുണ്ട് ജാക്കറ്റിൻ്റെ ഒക്കെ. പക്ഷെ എന്താ റേറ്റ് ഉണ്ടോടാ? ഇത് അങ്ങനത്തെ അല്ല, കണ്ടോ? ആ ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് സാധനമാണ്. പക്ഷെ ഇത് നൈറ്റ് രസമായിരിക്കും കാണാൻ അല്ലേ? ഓക്കെ, നമുക്ക് നൈറ്റ് വന്നാലോ? ഇതിൻ്റെ വിഷ്വൽസ് നൈറ്റ് കാണിച്ചായിട്ട് അടിപൊളിയായിരിക്കും. ഗായ്സ് ഇപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് എന്നാ ഭംഗിയാ. ഓ കിടിലൻ അല്ലേ, അടിപൊളി. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കിടിലായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ഇതെന്തോ റിസോർട്ട് എന്തോ ആണോ? അല്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ? അതെ,
ആ എന്താ ഗാർഡൻ ഷോറൂമോ? ഓ കിടിലൻ. അങ്ങനെ നമ്മൾ രണ്ടാമത് റൂം എടുത്തിട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മലയാളിയുടെ ഹോം സ്റ്റേ എടുത്തേക്കുന്നത്, നമ്മുടെ കോഴിക്കോടുകാരൻ്റെ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കണം. കാരണം നമ്മളിനി ഇന്നും നാളെ മഴയാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വലിയ പ്ലാനൊന്നും ചെയ്യുന്നില്ല. എന്തായാലും മഴ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി കണക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു വലിയൊരു കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ശ്രീനഗർ ടൗണൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന കേട്ടോ. അതായിരിക്കും. ബൈ.